അങ്ങനെ PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് ഇട്ടുണ്ടല്ലേ. PSC നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയാണ് പറ്റിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു സിലബസ് ആണ് PSC ഇട്ടിട്ടുള്ളത്. എളുപ്പം എന്ന് പറയുമ്പോൾ സാധാരണ മെയിൻസ് പരീക്ഷയുടെ സിലബസ് നിങ്ങൾ നോക്കുക. SI ക്കാണെങ്കിൽ IPC CRPC ഉണ്ട്. ഇത് വളരെ ടെക്നിക്കൽ നേച്ചറുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ LST സെക്രട്ടറിയുടെ മെയിൻസ് പരീക്ഷയുടെ സിലബസും ഇതിനേക്കാൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയതായിരുന്നു. പക്ഷെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ് പെട്ടെന്ന് കണ്ടാൽ നമ്മളൊന്ന് ഞെട്ടുമെങ്കിലും വളരെ എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. ഞാൻ കൃത്യമായി ഇതിന്റെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ നാളെ തന്നെ മെയിൻസിന്റെ സിലബസ് 360 ഡിഗ്രി കവർ ചെയ്തിട്ട് ക്രാഷ് കോഴ്സ് രണ്ടോ മൂന്നോ മണിക്കൂർ ക്രാഷ് കോഴ്സ് നമുക്ക് നാളെ തന്നെ വേണമെങ്കിൽ നടത്താം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കേസ്, നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് സിലബസിനുള്ളത്. പക്ഷേ അതിന്റെ കണ്ടന്റ് വളരെ ലളിതമാണ്. ഞാൻ ഓരോന്നൊന്ന് പറഞ്ഞുതരാം. അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക സിലബസ് എളുപ്പമാണോ അതോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളത്. കാര്യം ഈ സിലബസ് കണ്ട് പേടിച്ച് പരീക്ഷ എഴുതാതിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. PSC ലക്ഷ്യം അതാണ്. അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത പിള്ളേരൊന്നും പരീക്ഷ എഴുതണ്ട. പക്ഷേ കുറച്ചൊന്ന് വർക്ക് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ, കുറച്ചൊന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ മനസ്സുള്ള ഒരാൾക്ക് ഭാവിയിൽ IAS വരെ കൺഫർ ചെയ്ത് കിട്ടുന്ന ഒരു അടിപൊളി ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് PSC വാഗ്ദാനം ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് നോട്ട്സും സ്ട്രാറ്റജികളും എല്ലാം നമ്മൾ ടെലിഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഈ PDF ഞാൻ ടെലിഗ്രാമിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷയിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ പറയുന്ന സ്ട്രാറ്റജി അനുസരിച്ച് ഞങ്ങൾക്ക് പെരുമാറിയാൽ മതി. നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പർ 2 സിലബസ് തന്നെ എങ്ങനെ മെരുക്കി എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോ നമ്മൾ നേരെ സിലബസിലേക്ക് പോവാണ്. സിലബസിലെ ആദ്യത്തെ 2 മൊഡ്യൂൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഈ 2 ഏരിയ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വിജൃംഭിച്ചിരിക്കുന്നത് അല്ലെ. ഈ 2 ഏരിയയും തിയററ്റിക്കൽ നേച്ചറിലുള്ളതാണ്. വളരെ ലളിതമായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. വളരെയധികം ഓവർലാപ്പിംഗ് ആണ്. ഉദാഹരണത്തിന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇതിലെ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ പലതും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഉദാഹരണം നിങ്ങൾ നോക്കിയോ, ഇപ്പം കണ്ടിജൻസി സെയിം ടോപ്പിക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് രണ്ടും വളരെ കോറിലേറ്റഡ്, പരസ്പര ബന്ധമുള്ള ടോപ്പിക്സ് ആണ്. ഉദാഹരണത്തിന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക് എടുക്കാം. ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈറാർക്കി ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. അഡ്മിനിസ്ട്രേഷൻ ഭരണമാണല്ലോ. ഭരണം നടത്തണമെങ്കിൽ ഹൈറാർക്കി വേണം അല്ലെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഭരണം നടത്തണമെങ്കിൽ ഏറ്റവും ടോപ്പ് DGP ഉണ്ട്, താഴെ ADGP, പിന്നെ DIG, IG, അങ്ങനെ അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഒരു ഹൈറാർക്കി അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിന്റെ ഒരു എസെൻഷ്യൽ കമ്പോണന്റാ. ഇതൊക്കെ പഠിക്കാൻ എന്താ ഇത്ര പാട്? മറ്റൊരു ഒരു കോൺസെപ്റ്റ് ഞാൻ പറയില്ല. പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് എനിക്കൊരു ബോസ് ഉണ്ട്, ആ ബോസ് പറയുന്ന അനുസരിച്ച് വേണം ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ എനിക്ക് 2 ബോസ് ഉണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? 2 പേരും പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരും. 2 പേരും പറയുന്നത് പരസ്പര വിരുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ്, നമ്മൾ കൊടുക്കുന്ന കമാൻഡിന്റെ യൂണിറ്റി വേണം. ഒരാൾക്ക് ഒരു ഒറ്റ ബോസേ പാടുള്ളൂ. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൾക്കാർ ഒരാളെ മാനേജ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആൾക്കാർ, നീ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ മറ്റേ ബോസ് നീ അങ്ങോട്ട് പോകുന്നു പറയും. ഇവൻ ഏത് ചെയ്യും? അപ്പൊ അതാണ് അവിടുത്തെ ഒരു കോമഡി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന സംഭവം പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സെയിം കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അദ്ദേഹത്തിന് 2 സീനിയർ മാനേജർ ഉണ്ടെങ്കിൽ 2 സീനിയർ മാനേജേഴ്സ് അയാൾക്ക് 2 ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഏതിനും ഒന്നല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്ന ഈ ടോപ്പിക്ക് വളരെ ലളിതമാണ്. ഉദാഹരണത്തിന് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ഹെൻറി. ഇദ്ദേഹത്തിന്റെ ഒരു 10-14 പ്രിൻസിപ്പിൾസ് ഉണ്ട് മാനേജ്മെന്റിനെ സംബന്ധിച്ച്. ഇത് നിങ്ങൾ PSC പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആക്ച്വലി സൈലന്റ് ആണ് കേട്ടോ. ഹെൻറി ഫയോ എന്നാണ്, അത് ഫ്രഞ്ചുകാരനാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസിപ്ലിൻ. പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിനകത്ത് ഡിസിപ്ലിൻ ഒരു പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ചടക്കം വേണം അല്ലെ. കൃത്യമായിട്ട് മാനേജ്മെന്റ് നടത്തണമെങ്കിൽ കൃത്യമായി മാനേജ്മെന്റ് നടത്തണം, നമുക്ക് അച്ചടക്കം വേണം, ഡിസിപ്ലിൻ വേണം, റെസ്പോൺസിബിലിറ്റി വേണം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ യൂണിറ്റി ഓഫ് കമാൻഡിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ വളരെ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അതോറിറ്റി വേണം. ഇതൊക്കെ പക്ക തിയററ്റിക്കൽ ടോപ്പിക്സ് ആണ്. ഒന്ന് മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഏരിയാസ് ആണ്.
ഇപ്പൊ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയും. ലീൻ മാനേജ്മെന്റ്, എന്താ ലീൻ മാനേജ്മെന്റ്? TQM-മായി വളരെയധികം റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റാ. ഇപ്പൊ നമുക്ക് ഒരു പെൻസിൽ ഉണ്ടാക്കണം. ഒരു പെൻസിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി പെൻസിൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ പ്രോസസ്സിന്റെ ഇടയ്ക്ക് വേസ്റ്റേജ് കുറയ്ക്കണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം. അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ പ്രിൻസിപ്പിൾസ് അടങ്ങുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലീൻ മാനേജ്മെന്റ്, അല്ലെ? എജൈൽ മാനേജ്മെന്റ് മറ്റൊരു കോൺസെപ്റ്റ് ആണ്. ടെക്നോളജി, ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി ഇൻ മാനേജ്മെന്റ്, ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്സ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിൽ ഭയങ്കര ഓവർലാപ്പിംഗ്. ഉദാഹരണത്തിന് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസി. ഭരണം നടത്തുന്ന ചില ധാർമ്മികമായിട്ടുള്ള ചില തത്വങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, ഓണസ്റ്റി, പ്രോബിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന കോൺസെപ്റ്റുകൾ. ഇതൊക്കെ സിവിൽ സർവീസസിനകത്ത് GS പേപ്പർ 4-നകത്ത് നമ്മൾ പണ്ടേ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പൊ PSC ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതൊന്നും പുതിയ ഏരിയാസ് അല്ല, നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. കൃത്യമായ ബുക്ക് ലിസ്റ്റുകളുള്ള, കൃത്യമായ നോട്ട്സ് ഉള്ള, വളരെ ക്ലാരിറ്റി ഉള്ള ഏരിയാസ് ആണ് ഇതെല്ലാം. അപ്പം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസി അതൊക്കെ കവാളായി പൊക്കോളും. ഈ ട്രാൻസ്പെറൻസിയും ടെക്നോളജിയും വളരെ കോറിലേറ്റഡ് ആണ്. നമുക്കറിയാം മൻരേഖ, അല്ലെ? മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതിനകത്ത് കുറെ കറപ്ഷൻ ഉണ്ടായിരുന്നു, അഴിമതി ഉണ്ടായിരുന്നു. ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് അഴിമതി കുറഞ്ഞത്. അപ്പൊ അവിടെ ട്രാൻസ്പെറൻസി കൂടി, സോഷ്യൽ ഓഡിറ്റ് ഒക്കെ വന്നു. ഇതെല്ലാം പരസ്പരം കോറിലേറ്റഡ് ആണ്. അപ്പൊ ഇതിന് ഏറ്റവും മികച്ച ബുക്ക് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിന്റെ ബുക്ക് സോഴ്സ് ആണ് കേട്ടോ. ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, ഇഗ്നോയുടെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ബുക്ക് സോഴ്സ് PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ കിട്ടും. അവിടെ ഇതിന്റെ വളരെ മനോഹരമായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ക്ലാസ് ഡിസൈൻ ചെയ്യുന്നതും കിട്ടാവുന്ന ഇത്തരത്തിലുള്ള എല്ലാ മെറ്റീരിയൽസും റെഫർ ചെയ്ത് മാനേജ്മെന്റ് വിദഗ്ധരും ചാർട്ടേഡ് അക്കൗണ്ടൻസും UPSC PSC ഫാക്കൽറ്റീസും അതിന്റെ കൂടെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സും അടങ്ങുന്ന ഒരു ടീമായിരിക്കും ഈ മേഖലയുടെ ഒക്കെ നോട്ട്സും ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. കാര്യം ഇത് അത്ര വലിയ ഒരു റോക്കറ്റ് സയൻസ് അല്ല, ടു ബി ഫ്രാങ്ക്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കിനി മറ്റ് ടോപ്പിക്സിലേക്ക് ഒന്ന് പോവാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഒരു ആശ്വാസം കിട്ടി കാണും, കുറച്ച് ഏരിയ എങ്കിലും പഠിച്ചിട്ടുള്ളതുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അവിടെയും കുറച്ച് എന്താ പറയാ അത്ര ഫെമിലിയർ അല്ലാതുള്ള ചില ഏരിയാസ്, പാർലമെന്ററി പ്രിവിലേജസ്, ഇതൊക്കെ ഞങ്ങൾ പണ്ടേ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടോ. പാർലമെന്ററി പ്രിവിലേജ്, ഇൻഡിവിജ്വൽ പ്രിവിലേജ് ഉണ്ട്, കളക്ടീവ് പ്രിവിലേജ് ഉണ്ട്. ഇന്നാണ് ഇത് സിലബസിൽ വന്നെന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞ പുസ്തകം അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ലക്ഷ്മികാന്തിൽ 22ാമത്തെ ചാപ്റ്റർ ആണ് പാർലമെന്റ്. അതിനകത്ത് കൃത്യമായി പാർലമെന്ററി പ്രിവിലേജിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് സിവിൽ സർവീസസിന്റെ മെയിൻസിന് റിപ്പീറ്റ് ചെയ്ത ഒരു തീമാണ്. എന്താണ് കളക്ടീവ് പ്രിവിലേജസ്, എന്താണ് ഇൻഡിവിജ്വൽ പ്രിവിലേജസ്, ഇതിന്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെയുള്ള ചോദ്യം സ്ഥിരമായി വരുന്നതാണ്. പിന്നെ ഒരു വെറൈറ്റി ഏരിയ ആയിരിക്കും സബോർഡിനേറ്റ് ജുഡീഷ്യറി കണ്ടിട്ടുള്ളൂ. അതും സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ലക്ഷ്മികാന്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ലക്ഷ്മികാന്ത് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ NCERT മാറിയാലോ പുതിയ SCERT വന്നാലോ സിലബസ് ഏതോ ആയിക്കോട്ടെ നമുക്ക് സെറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇതെല്ലാം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇതൊക്കെ ലക്ഷ്മികാന്തിനകത്ത് കേസ് സ്റ്റഡി സഹിതം കൊടുത്തിട്ടുള്ളതാണ്. ജസ്റ്റിസ് ഇതിന്റെ മേജർ പ്രധാനപ്പെട്ട കേസുകൾ എല്ലായിടത്തും കൊടുത്തിട്ടുള്ളതാണ്. കൃഷ്ണയ്യരുടെ റോളൊക്കെ വളരെ കൃത്യമാണ്, ജസ്റ്റിസ് കൃഷ്ണയ്യർ റോളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് എന്ന് തോന്നിയ ഏരിയ ആണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസി എന്നൊക്കെ ഞാൻ ഒരു കൊല്ലം മുമ്പ് എന്തെങ്കിലും ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ്. അതൊക്കെ ഇവിടുന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ, ഇതൊക്കെ PSC മുമ്പും ചോദിച്ചിട്ടുള്ള പുതിയ കാര്യങ്ങളൊന്നും അല്ല. ഇതിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റ് നമ്മൾ യൂട്യൂബ് ക്ലാസ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 14ാമത്തെ ചാപ്റ്റർ, ലക്ഷ്മികാന്തിലെ 14ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ഉള്ളത്. ഇതൊക്കെ ഒരു 50 പ്രാവശ്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അക്രോസ് എന്റെ കരിയറിൽ. ഈ പറഞ്ഞ പോലെ UPSCക്കും PSCക്കും പല ബാച്ചസിലാണ് പഠിപ്പിച്ചിട്ടുള്ളത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ഇത് മാത്രം പഠിച്ചാൽ പോരാട്ടോ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ മീൻസ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു സിലബസ് ഉണ്ട്, ഇന്റർ സ്റ്റേറ്റ് റിലേഷൻ, അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള ബന്ധം. ഇത് PSC ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ പഠിക്കുമ്പോൾ ഇത് പഠിച്ചേ പറ്റും. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ 14ാമത്തെ ചാപ്റ്റർ വായിച്ചിട്ട് 15ാമത്തെ ചാപ്റ്റർ വായിക്കണം. കാര്യം ഭയങ്കര കോറിലേഷൻസ് ആണ്. ഇപ്പൊ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽസ് ഉണ്ട്, സോണൽ കൗൺസിൽസ് ഉണ്ട്. ഇപ്പൊ നീതി ആയോഗ് ഒക്കെ ഈ ഒരു കോണ്ടെക്സ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇത് എന്തായാലും പഠിക്കുക. സിലബസിൽ പറഞ്ഞിട്ടില്ല, സമ്മതിക്കുന്നു. പക്ഷെ ഇത് പഠിച്ചിട്ടേ നിങ്ങൾ മെയിൻസ് പരീക്ഷയ്ക്ക് പോകാവൂ. കാര്യം ഈ ടോപ്പിക്സിൽ നിന്ന് പ്രിലിംസിലും ചോദ്യങ്ങൾ വരും. സംശയം കേട്ടോ, പ്രിലിംസിൽ ഇവിടെ ചോദ്യങ്ങൾ കാണാം. അപ്പൊ ഇതെല്ലാം ഒറ്റപ്പെടുത്താം. നിങ്ങൾ മെയിൻസിനങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ
പ്രിലിംസ് സെറ്റാണ്. അല്ല പ്രിലിംസ് പാസ്സാവോ നോക്കിയിട്ട് മെയിൻസിന് പഠിക്കായിരുന്നു കഴിഞ്ഞാൽ പണി പാളും. മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തി അവൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിരിക്കും. അതാണ് ആ പഠന നിലവാരത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം ലക്ഷ്മികാന്ത് ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റാണ്. അടുത്തൊരു ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു ടോപ്പിക്കാണ് കേരള മോഡൽ ഓഫ് എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ്. കേരള എക്കണോമിയാണ്. കേരള എക്കണോമിക്സ് അല്ല, എക്കണോമിയാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് അല്ലെ, ഒരു അവസ്ഥയാണ്. ഇത് KASന്റെ സിലബസിലുള്ളതാണ്. KASന് കുത്തിരുന്ന് പഠിച്ച പിള്ളേർക്ക് ഇത് അഡ്വാൻറ്റേജ്. കാരണം ഈ ഏരിയയുടെ കുറെ ഏരിയസ് ഒക്കെ അവർ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ കുറെ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ലാൻഡ് റിഫോംസ് ഒക്കെ നമ്മൾ പലപ്പോഴും പഠിക്കുന്നതാണ്. ഫുഡ് സെക്യൂരിറ്റി പഠിക്കുന്നതാണ്. ഇവിടെ ടൂറിസത്തിന്റെ പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുന്നതാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കേസ് ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കും? ഇപ്പൊ ജെൻഡർ ഗ്യാപ്പ്, ഏജിങ് ഇതൊക്കെ വരുന്നുണ്ടല്ലേ. ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഏജിങ്, ജെറിയാട്രിക് ഹെൽത്ത് എന്നൊരു ടോപ്പിക് LSGS മെയിൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വയോജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞ എല്ലാ PSC പരീക്ഷയ്ക്കും ചോദ്യം വരുന്നതാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്. ബ്രെയിൻ ഗെയിൻ എന്നൊരു ടോപ്പിക് ഉണ്ടോ? സാധാരണ ബ്രെയിൻ ഡ്രെയിൻ ആണ്. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അമേരിക്ക ജോലിക്ക് പോകുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടുത്തെ ബ്രെയിൻ, തലച്ചോറുള്ള ആൾക്കാർ ഡ്രെയിൻ ആയി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബ്രെയിൻ ഗെയിൻ. ഇങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവരണം. അതിന്റെ എസെൻഷ്യൽ പ്രോഗ്രാമാണ് നോളജ് എക്കണോമി. ഇതൊക്കെ നമുക്ക് എവിടുന്ന് പഠിക്കാം? നമ്മുടെ കേരള എക്കണോമിക് റിവ്യൂ PDF ഫ്രീ ആയിട്ട് കിട്ടും, ഡൗൺലോഡ് ചെയ്ത് പഠിച്ചോ. 2020 കേരള എക്കണോമിക് റിവ്യൂല് മുകളിൽ പറഞ്ഞിട്ടുള്ളതിനകത്ത് വലിയൊരു സിംഹഭാഗവും കവർ ചെയ്യും. വലിയ സിംഹഭാഗം എന്നത് ഇത് ശരിയായിട്ടുള്ള പ്രയോഗമല്ല, ഒരു സിംഹഭാഗം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഏരിയാസ് മാത്രം എക്സ്ട്രാ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ ഇത് പഠിക്കണം. കേംബ്രിഡ്ജിന്റെ ഒക്കെ സ്റ്റഡി ഉണ്ട്, ഞാൻ ഓൾറെഡി നിങ്ങളത് കാണിച്ചിട്ടുണ്ട് അതിന്റെ PDF ഒക്കെ. പക്ഷെ ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, അമെൻമെന്റ് അല്ലെ, അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതൊരു ഡിഫിക്കൽട്ട് ഏരിയ. അത് PSC പഠിക്കുന്ന എല്ലാവരും പഠിച്ചിരിക്കും. അമെൻമെന്റ് എന്നൊക്കെ പറയുന്ന ഏരിയ പഠിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ പാട്ടും പാടി പഠിക്കാം. ഒട്ടും ടെക്നിക്കൽ അല്ല ഏരിയാസ്, നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പൊ ഇതുണ്ട്, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. അത് ഒരു മേഖല അവിടെ അങ്ങനെ ഉണ്ടെങ്കിലും അല്ല അത്ര ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ടെക്നിക്കാലിറ്റി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, IPC CRPC പഠിക്കാൻ റെഡി ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ സിലബസ് ഒന്നും അതിന്റെ ഒന്നും പകുതി ടെക്നിക്കാലിറ്റി പോലും ഉള്ളതല്ല. അത് നിങ്ങൾ ഉൾക്കൊള്ളുക. അങ്ങനെ ഈ സിലബസ് കണ്ടു കഴിഞ്ഞാൽ ഒരു അന്യഗ്രഹത്തിൽ നിന്നുള്ള സിലബസ് പോലെ തോന്നും. പക്ഷേ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഈ സിലബസ് കണ്ട് പേടിച്ച് കഴിവുള്ള ആൾക്കാർ പലരും ഇത് എഴുതാതിരിക്കും. അപ്പോ ഒന്ന് മുന്നിട്ടിറങ്ങുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അടിച്ചെടുക്കാൻ പറ്റും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ഈ സെക്ഷൻ. ഇത് നിങ്ങൾ നോക്കിക്കേ, സിലബസ് നിങ്ങളായിരുന്നു ഒബ്സർവ് ചെയ്ത് നോക്കാം. റിവേഴ്സ് ഓഫ് കേരള ജോഗ്രഫിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ബയോസ്ഫിയർ റിസർവ്സ് ഇൻ കേരള, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. ഇത് കേരള ജോഗ്രഫിയുടെ ഭാഗമാണ് ഇവര് മറ്റൊരു പേരിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ചില ഏരിയാസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പെസ്റ്റിസൈഡ്സ്, മെറ്റൽ, ഗേഷ്യസ് പൊല്യൂട്ടൻസ്. ഈ പെസ്റ്റിസൈഡ് ഒക്കെ വരാനുള്ള റീസൺ എന്തായിരിക്കും? എൻഡോസൾഫാൻ ദുരന്തം ഒക്കെ അറിയാത്ത മലയാളികളുണ്ടോ? അതുമായി റിലേറ്റഡ് ആണ് ഇതെല്ലാം. പിന്നെ സർവോപരി ഇതെല്ലാം സിവിൽ സർവീസിന്റെ, ഇതിനകത്ത് പല ഏരിയാസും സിവിൽ സർവീസിന്റെ മെയിൻസിൽ നിന്ന് കോപ്പി അടിച്ചേക്കുന്നതാണ്. ഉദാഹരണത്തിന് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഞാൻ നിങ്ങളെ സിവിൽ സർവീസ് മെയിൻസിന്റെ ടോപ്പിക് സിലബസ് കാണിക്കാം. ഇതാണ് സിവിൽ സർവീസ് മെയിൻസിന്റെ GS പേപ്പർ 3യുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ എൻവയോൺമെന്റിന്റെ സിലബസ്. ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും പുതിയ ടോപ്പിക് അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇതൊക്കെ വർഷങ്ങളായി നല്ല അടിപൊളി നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉള്ള സെക്ഷനാണിത്. ഇതൊരു പുതിയ ടോപ്പിക് അല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇതേ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും എൻവയോൺമെന്റൽ ഓഡിറ്റിങ്ങും ഗ്രീൻ ഓഡിറ്റിങ്ങും എൻവയോൺമെന്റ് ലോസും എല്ലാം പഠിക്കും. നിങ്ങൾ എന്തായാലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, മറ്റേ ആക്ട്, മറിച്ച് ആക്ടും ഒക്കെ പഠിക്കുന്നതാണല്ലോ. അതാണ് ഇവിടെ വരുന്നത്, ഫോറസ്റ്റ് ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. അതൊക്കെ ഇതൊന്നും പുതിയ ടോപ്പിക്സ് അല്ല, വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള നോട്ട്സ് ഉള്ള ടോപ്പിക്സ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗെയിൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് UPSC മെയിൻസിനുള്ളതാണ്. അവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ പെർസ്പെക്റ്റീവ് തന്നെയാണ് ഈ സിലബസ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ പ്രെഡിക്ട് ചെയ്യാം. ഇപ്പൊ സെൻഡായി ഫ്രെയിംവർക്കിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് അല്ലെ, അല്ലെങ്കിൽ നഗോയ പ്രോട്ടോകോളിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റീസ് സെന്ററിലെയും സ്റ്റേറ്റിലെയും അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, മില്ലേനിയൽ ഡെവലപ്മെന്റ് ഗോൾസ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. പഴയ കേരള ഗവർണൻസിന്റെ സിലബസിലും
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, അത് മറക്കരുത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളൊക്കെ വളരെ ഈസിയാണ്. മിറ്റിഗേഷൻ, റീസ്റ്റോറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് അതൊക്കെ. അതൊന്നും കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വേണ്ട. എക്കണോമിക് റിവ്യൂ ഒക്കെ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. ഇതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം അതാണ്. ഇപ്പം നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ മനസ്സുള്ള ആൾക്കാരാണ് എല്ലാവരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതിനേക്കാൾ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ നിങ്ങൾ വർഷങ്ങളൊന്നും കാണാതെ പഠിക്കണ്ട. തിയററ്റിക്കൽ ടോപ്പിക്സ് മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഗവർണൻസിന്റെ സെക്ഷനിലോട്ട് പോയാലോ. ലാസ്റ്റ് മൊഡ്യൂൾ ഇതാണ്, 9ാമത്തെ മൊഡ്യൂൾ ഇതാണ്. LSDS മെയിൻസിന്റെ വളരെ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്. എക്സ്പേർട്ട് സിസ്റ്റം, ഡേറ്റ പ്രൈവസി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ. ഇതൊക്കെ LSDS മെയിൻസ് ഞങ്ങൾ കുട്ടികൾക്ക് വളരെ വിശാലമായി ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പുതിയ സിലബസ് അല്ല. LSDS വേണ്ടി തയ്യാറെടുത്തിട്ട് കുട്ടികൾ കവർ ചെയ്യുന്നതാണ്. നമുക്ക് സമയമുണ്ട്. പ്രിലിംസിന്റെ സിലബസിന്റെ അത്രയും വോളിയം ഇല്ല ഈ പേപ്പർ 2 സിലബസ്. നിങ്ങൾ മനസ്സിലാക്കുക. PSC കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് അത്രയും ഡിഫിക്കൽട്ട് അല്ല ഈ മെയിൻസിന്റെ പേപ്പർ 2 ഈ സിലബസ്. നിങ്ങളൊരു ഒരു എഫേർട്ട് ഇടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ ആഴ്ച പറ്റുമെങ്കിൽ നാളെ തന്നെ എന്ത് ചെയ്യാം, ഈ സിലബസ് മൊത്തത്തിലൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ക്രാഷ് കോഴ്സ് നമുക്ക് എടുക്കാം. ബിക്കോസ് വളരെ ഈസി ടോപ്പിക്സ് ആണ്. മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഓൾറെഡി ഉണ്ട്. ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുക, എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അഫോർഡബിൾ കോഴ്സസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 50% ഓഫിലാണ് പല കോഴ്സസും കിടക്കുന്നത്. കമന്റ് സെക്ഷനിൽ നമ്പർ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്സുകളോടൊപ്പം തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് കിട്ടും. സിലബസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മെരുക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.